ആപ്പിൾ ആപ്പിളിൻ്റെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സ് സാധാരണ കളയാറാണ് പതിവ്. പക്ഷേ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ബോക്സുകൾ പെട്ടെന്ന് കളയാറില്ല. നമ്മുടെ പലരുടെയും വീടുകളിൽ ഈ ബോക്സുകൾ ഷെൽഫിൽ വെറുതെ വെച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഇതെൻ്റെ അടുത്ത് ഇപ്പം 3 ഐഫോൺ ഉണ്ട്, ഒരു എയർപോഡ്സ് പ്രോൻ്റെ ബോക്സ് ഉണ്ട്, മാക്ബുക്ക് എയറിൻ്റെ ബോക്സ് ഉണ്ട്. ഇതൊന്നും എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ഷെ ഇതൊരു നല്ലൊരു കാണാൻ ഭംഗിയുള്ള, കാണാൻ നല്ലൊരു എന്താ പറയുക, ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ട് ഈ പല ബോക്സുകളും നമ്മുടെ പല വീടുകളിലും ഐഫോണിന്റെ ബോക്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ബോക്സുകൾ ഇന്ന് നമ്മുടെ ഷെൽഫിൽ നിൽക്കുന്നത് ആപ്പിളിന്റെ റിസർച്ച് ലാബിന്റെ ഒരു തീവ്രമായിട്ടുള്ള ഒരു റിസർച്ചിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ ഷെൽഫിൽ ഇതിന് സ്ഥലം കിട്ടിയിട്ടുള്ളത്. അതെന്താന്ന് വെച്ചാൽ ആപ്പിളിന്റെ പ്രൊഡക്ട്സിന് പാക്കേജിങ് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ഒരു റിസർച്ച് ലാബ് ഉണ്ട്. അവർ ഡെവലപ്പ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് പാക്കേജിംഗ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് പാക്കേജിങ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് അത്ര പെട്ടെന്നൊന്നും റിവീൽ ചെയ്യുന്ന ഒരു അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിലല്ല ഉള്ളത്. ഒരു 7-8 സെക്കൻഡിന്റെ ഒക്കെ ഒരു സസ്പെൻസും ഒരു എക്സൈറ്റ്മെന്റും കൊടുത്തിട്ടാണ് ഈ സാധനം ഓപ്പൺ ആക്കുമ്പം ഇതിന്റെ യൂസർക്ക് യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. കാരണം പതുക്കെ 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 ഇത് ഓപ്പൺ ആക്കുമ്പോൾ അപ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനോടും ഈ ഒരു പാക്കേജിങ്ങിനോടും ആ യൂസർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഈ ഒരു പാക്കേജിങ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഇതിന്റെ പിന്നിലുള്ള ഫിസിക്സ് എന്താണെന്ന് വെച്ചാൽ ഇത് പതുക്കെ തുറക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേരാണ് കൺട്രോൾഡ് ഫ്രിക്ഷൻ. ഇത് കൺട്രോൾ ചെയ്തിട്ട് വാക്വം സ്പേസിൽ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫിസിക്സ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ, ഇതിന്റെ ഫിസിക്സ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കൺട്രോൾഡ് ഫ്രിക്ഷൻ. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഇതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. വിഷ്വലും ഓഡിറ്ററി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട്. ഒന്ന്, നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിങ്ങിലുള്ള നല്ല ഹൈ ക്വാളിറ്റി ഇമേജ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതുമേലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, ഇത് നല്ല കട്ടിയുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അത് നമുക്ക് തൊടുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്താണ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ വരും. പിന്നെ അതേപോലെ തന്നെ അതാണ് ഒരു ആസ്പെക്ട്. രണ്ടാമത്തതാണ് ഓഡിറ്ററി ആയിട്ടുള്ള ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടാകുന്ന എയർ എസ്കേപ്പിംഗ് സൗണ്ട്. ആ എയർ എസ്കേപ്പിംഗ് സൗണ്ട് ഒരു ഓഡിറ്ററി ആയിട്ടുള്ള ഫീലും കൊടുക്കുന്നുണ്ട്. ഈ ഓഡിറ്ററി എക്സ്പീരിയൻസ് കൊടുക്കുന്നത് മറ്റു ചില കാര്യങ്ങളിൽ പറഞ്ഞാൽ ലക്ഷറി കാറുകൾ പോലുള്ള റോൾസ് റോയ്സ്, പിന്നെ അതേപോലെ തന്നെ ലംബോർഗിനി പോലുള്ള കാറിന്റെ അടക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, അടക്കുന്ന സൗണ്ട്, ഇതും ഇതേപോലെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സൗണ്ടാണ്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ആപ്പിളിന്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് നമ്മുടെ ഷെൽഫിൽ നിന്ന് കളയാൻ തോന്നാത്തത്. കാരണം എന്താ, അവരുടെ റിസർച്ച് ലാബ് ഇത് അത്രയും റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത പാക്കേജിംഗ് ആണ് ആപ്പിളിൻ്റെത്. ഓക്കെ, സോ താങ്ക് യു.